ഹലോ മൈ ഡിയേഴ്സ്, സാറ്റിൻ്റെ അതായത് സ്റ്റേറ്റ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ ഒന്നാമത്തെ മാതൃകാ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആൻസറാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം 1. സുകന്യയ്ക്ക് തൻ്റെ സമ്പാദ്യപ്പെട്ടിയിൽ നിന്ന് 87 രൂപ കിട്ടി. അതിൽ 24 രൂപയ്ക്ക് ഒരു പേന വാങ്ങി. ഇനി സുകന്യയുടെ കയ്യിൽ എത്ര രൂപ ബാക്കിയുണ്ട്? ഓപ്ഷൻസ്: എ 53, ബി 63, സി 43, ഡി 73. എങ്ങനെ കണ്ടുപിടിക്കാം? ആകെ രൂപ 87. 87 നിന്ന് 24 രൂപയ്ക്ക് പേന വാങ്ങിയപ്പോൾ 87 കുറക്കണം 24. 87 കുറക്കണം 24. 7 4 പോയാൽ 3, 8 2 പോയാൽ 6. ഉത്തരം 63. ബി 63. ചോദ്യം 2. ചുവടെയുള്ള സംഖ്യാക്രമത്തിലെ അടുത്ത സംഖ്യ ഏത്? ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. 3നോട് 5 കൂട്ടി 8, 8നോട് 5 കൂട്ടി 13, 13നോട് 5 കൂട്ടി 18, 18നോട് 5 കൂട്ടിയാൽ ഇനി എത്ര കിട്ടുന്ന കണ്ടുപിടിക്കേണ്ടത്. 18 5 23. അതുകൊണ്ട് ഉത്തരം സി. ചോദ്യം 3. ചുവടെയുള്ള സംഖ്യാ കാർഡുകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ചാൽ 59 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന കാർഡ് ഏതായിരിക്കും? ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ 29, പിന്നെ 34, 36, 44, 59 കഴിഞ്ഞിട്ട് പിന്നെ 63, പിന്നെ 71. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 59 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന കാർഡ്. 59 കഴിഞ്ഞാൽ 63. അതുകൊണ്ട് ഓപ്ഷൻ എ. ചോദ്യം 4. ചുവടെ കൊടുത്തവയിൽ ഒരു സെറ്റ് സംഖ്യകൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ചാണ് എഴുതിയത്. അത് ഏതാണ്? ചെറുതിൽ നിന്ന് വലുതിലേക്ക്. നമുക്ക് ഓപ്ഷൻ എ നോക്കാം. 34, 38, 49, 51. 51 കഴിഞ്ഞിട്ട് വീണ്ടും താഴേക്ക് ചെറുതിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഓപ്ഷൻ അല്ല. ബി 25, 28, 31, 43. 43 കഴിഞ്ഞിട്ട് വീണ്ടും 41ലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതുമല്ല. 33, 40, 40 കഴിഞ്ഞിട്ട് 38ലേക്ക് വരുന്നുണ്ട്. 38 കഴിഞ്ഞ് 49, പിന്നെ 60, 74. അതുകൊണ്ട് ഇതുമല്ല. ഡി നോക്കാം. 25, 27, 39, 46, 53, 68. ഇവിടെ കൃത്യമായിട്ട് ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ ഡി. ചോദ്യം 5. 3A-യിൽ 42 കുട്ടികളും 3B-യിൽ 37 കുട്ടികളും ഉണ്ട്. 2 ക്ലാസ്സിലും കൂടി എത്ര കുട്ടികളുണ്ട്? 3A-യിൽ 42, 3B-യിൽ 37. അപ്പോൾ ഇത് 2 കൂട്ടണം. കൂട്ടി നോക്കാം. 42 കൂട്ടണം 37, 79. 79 ഓപ്ഷനിലുണ്ടോ? 5A. താഴെ കൊടുത്തിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. സാറ അവധി ദിവസങ്ങളിൽ ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് നടക്കുന്നത് ഇഷ്ടപ്പെട്ടു. ഒരു ശനിയാഴ്ച ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് പോകാൻ അവൾ തീരുമാനിച്ചു. മനോഹരമായ പൂന്തോട്ടങ്ങൾക്കും ചരിത്രപരമായ വീടുകൾക്കും പേരുകേട്ടതായിരുന്നു ആ ഗ്രാമം. മനോഹരമായ പൂന്തോട്ടങ്ങളുടെയും പഴയ വീടുകളുടെയും ഭംഗി ആസ്വദിച്ച് അവൾ ആ ഗ്രാമത്തിലൂടെ നടന്നു. യാത്രയിൽ ഉടനീളം സൗഹൃദത്തോടെ ഒരു പൂച്ച പിന്തുടർന്നു നടന്നത് അവളെ സന്തോഷവതിയാക്കി. ഉച്ച കഴിഞ്ഞതോടെ ആനന്ദവതിയായി അവൾ വീട്ടിലേക്ക് മടങ്ങി. ചോദ്യം 6. ഒരു ശനിയാഴ്ച സാറ എന്താണ് ചെയ്തത്? 6. ചോദ്യം 6. ഒരു ശനിയാഴ്ച സാറ എന്താണ് ചെയ്തത്?
എ ഒരു പട്ടണം കാണാൻ പോയി. ബി ഒരു ചെറു ഗ്രാമത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പോയി. സി മ്യൂസിയത്തിലേക്ക് പോയി. ഡി എവിടെയും പോകാതെ വീട്ടിലിരുന്നു. സാറ അവധി ദിനങ്ങളിൽ ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് നടക്കുന്നത് ഇഷ്ടപ്പെട്ടു. ഒരു ശനിയാഴ്ച ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് പോകാൻ അവൾ തീരുമാനിച്ചു. ഒരു ചെറു ഗ്രാമത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പോയി. ചോദ്യം 7. ആ ഗ്രാമം എന്തിനു പേരുകേട്ടതായിരുന്നു? എ പുതിയ കെട്ടിടങ്ങൾക്ക്. ബി മനോഹരമായ പൂന്തോട്ടങ്ങൾക്കും ചരിത്രപരമായ വീടുകൾക്കും. സി തിരക്കേറിയ തെരുവുകൾക്ക്. ഡി വലിയ പാർക്കുകൾക്ക്. പൂന്തോട്ടങ്ങൾക്കും ചരിത്രപരമായ വീടുകൾക്കും പേരുകേട്ടതായിരുന്നു ആ ഗ്രാമം. ഉത്തരം ബി മനോഹരമായ പൂന്തോട്ടങ്ങൾക്കും ചരിത്രപരമായ വീടുകൾക്കും. ചോദ്യം 8. ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ സാറ ആസ്വദിച്ചത് എന്തൊക്കെയാണ്? എ തിരക്കേറിയ തെരുവുകൾ. ബി ശബളമായ പൂക്കളും പഴയ കെട്ടിടങ്ങളും. സി പുഴയുടെ സൗന്ദര്യം. ഡി ഗ്രാമത്തിലെ പ്രതിമകൾ. മനോഹരമായ പൂന്തോട്ടങ്ങളുടെയും പഴയ വീടുകളുടെയും ഭംഗി ആസ്വദിച്ച് അവൾ ആ ഗ്രാമത്തിലൂടെ നടന്നു. മനോഹരമായ എന്നുള്ളതിൻ്റെ പകരം ഇവിടെ ശബളമായ പൂക്കളും പഴയ കെട്ടിടങ്ങളുമാണ്. അപ്പോൾ അതാണ് ഉത്തരം. ഉത്തരം ബി. ചോദ്യം 9. തൻ്റെ സന്ദർശന വേളയിൽ സാറ ആരെയാണ് കണ്ടത്? എ സൗഹൃദപരമായ ഒരു നായ. ബി ദയാലുവായ ഒരു കടക്കാരൻ. സി ഇണക്കമുള്ള ഒരു പൂച്ച. ഡി സഹായിയായ ഒരു വഴികാട്ടി. ഇണക്കമുള്ള ഒരു പൂച്ച അല്ലേ? നേരത്തെ നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ് ഇണക്കമുള്ള പൂച്ച. ചോദ്യം 10. ഗ്രാമത്തിലേക്കുള്ള സന്ദർശനത്തിന് ശേഷം സാറയ്ക്ക് എന്താണ് തോന്നിയത്? എ ക്ഷീണവും വിരസതയും. ബി സന്തോഷവും ഉന്മേഷവും. സി ദുഃഖവും ഏകാന്തതയും. ഡി ആശങ്കയും മാനസിക പിരിമുറുക്കം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഉച്ച കഴിഞ്ഞതോടെ ആനന്ദവതിയായി അവൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ എന്താണ് ഉത്തരം? ബി സന്തോഷവും ഉന്മേഷവും. 11. തണുപ്പ് അധികമുള്ള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വസ്ത്രം ഏത്? എ പട്ടുനൂൽ വസ്ത്രം. ബി കമ്പിളി വസ്ത്രം. സി പരുത്തി വസ്ത്രം. ഡി നൈലോൺ വസ്ത്രം. ഉത്തരം കമ്പിളി വസ്ത്രം. ചോദ്യം 12. നിറയെ പൂക്കൾ തരുന്ന ഒരു വള്ളിച്ചെടി പൂന്തോട്ടത്തിൽ നടണമെന്ന് ഒരു കുട്ടി തീരുമാനിച്ചു. താഴെ പറയുന്നതിൽ നിന്നും ഏത് ചെടിയാകും അതിനായി തിരഞ്ഞെടുക്കുക? എ തുളസി. ബി മുല്ല. സി ആന്തൂറിയം. ഡി ചെമ്പരത്തി. ഇവിടെ വള്ളിച്ചെടി ഏതാണ്? മുല്ല. മുല്ല. ചോദ്യം 13. ഒറ്റപ്പെട്ടത് കണ്ടെത്തൂ. അതായത് ഈ കൂട്ടത്തിൽ പെടാതെ നിൽക്കുന്നത് ഏതാണെന്നാണ് ചോദ്യം. എ കാർ. ഇതൊരു കാളവണ്ടി. സൈക്കിൾ. ഒരു പായ്ക്കപ്പലാണ് അല്ലേ? ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഡി. ബാക്കിയെല്ലാം കരയിലൂടെ പോകുന്ന വാഹനങ്ങളാണ്. ചോദ്യം 14. ഏതു വിഭാഗത്തിലാണ് താഴെ നൽകിയിരിക്കുന്ന വസ്തു ഉൾപ്പെടുക? എ വാഹനങ്ങൾ. ബി ഭക്ഷ്യവസ്തു. സി കെട്ടിടങ്ങൾ. ഡി ഫർണിച്ചർ. ഇതൊരു ആപ്പിളാണ് അല്ലേ? ആപ്പിൾ എന്താണ്? വാഹനമല്ല, കെട്ടിടമല്ല, ഫർണിച്ചറല്ല, ഒരു ഭക്ഷ്യവസ്തുവാണ്. ഉത്തരം ബി. ചോദ്യം 15. ചിത്രശലഭങ്ങളുടെ വളർച്ചാഘട്ടങ്ങൾ തന്നിരിക്കുന്നതിൽ ശരിയായ ക്രമം ഏതാണെന്ന് കണ്ടെത്തൂ. എ പുഴു, മുട്ട, പ്യൂപ്പ, ചിത്രശലഭം. ബി മുട്ട, പുഴു, ചിത്രശലഭം, പ്യൂപ്പ. സി മുട്ട, പുഴു, പ്യൂപ്പ, ചിത്രശലഭം. ഡി പ്യൂപ്പ, പുഴു, മുട്ട, ചിത്രശലഭം. ഇതിലേതാണ് ഉത്തരം? സി
Okay, my dears. Bye bye.